മകനെ കുറിച്ച് നല്ലത് പറയുവാനായിട്ടുള്ളൂ. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. സുവിശേഷകരായ ഞങ്ങളെ സംബന്ധിച്ച് സുവിശേഷരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സുവിശേഷരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു മക്കളുടെ ഒരു ഇളയ മകനെ പോലെ വാത്സല്യം കരുതലും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളെ അപ്രകാരം സ്നേഹത്തോടും ബഹുമാനത്തോടും കാണുകയും സഹകരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജിതിൻ മോന്റെ ആകസ്മികമാകുന്ന മരണത്തിൽ ഞങ്ങൾ എല്ലാവരും ദുഃഖിതരാണ്. ഈ പ്രിയപ്പെട്ട മകന്റെ ദുഃഖത്തിൽ പ്രിയഭവനങ്ങളോട് ചേർന്ന് ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവം താൻ ഇവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നടുവേദനെ അകറ്റി ദൈവ സമാധാനം നിറയ്ക്കട്ടെ എന്ന് ഞങ്ങൾ സുവിശേഷരാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സുവിശേഷരുടെ ആദരാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ആദര സൂചകമായി ബഹുമാനപ്പെട്ട സുവിശേഷ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഡേവിഡ് ജോൺസൺ, എം ജെ ജോർജ്, ഫിലിക്കോശി, സാംകേഷ് സാമുവൽ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുന്ന സൂചകമായി നെയ്ത്ത് സമർപ്പിക്കും. ദൈവം ധാരാളമായി ഇടവേണ്ട ദുഃഖം ട്രസ്റ്റി അറിയിക്കുകയും ഇടവ സെക്രട്ടറി സമർപ്പിക്കുന്നതാണ്. ആ സമയം തന്നെ സംഘടനയുടെ വീട്ടിൽ വെക്കാവുന്നതാണ്. മറ്റേ അനുസ്മരണം പറയാൻ അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇടവ ട്രസ്റ്റി അനുസ്മരണം പറയും. ദൈവനാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ. എന്റെ പ്രിയ ബഹുമാനപ്പെട്ട വികാരിമാരി, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എന്താണ് പറയേണ്ടത്? വലിയൊരു ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത്. പക്ഷെ എനിക്ക് വാക്ക് കിട്ടുന്നില്ല. കാരണം അവർ ഞങ്ങളെല്ലാം ഒരുപാട് സ്നേഹിച്ചത്. അതിന്റെ സ്വന്തം മോനാണ്. പക്ഷെ ഞങ്ങളെല്ലാം ഒരുപാട് സ്നേഹിച്ചിട്ട് അവർ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഈ ഇടവേള പേരിലുള്ള അധികം ഒപ്പം വന്നുചേർന്ന ഞങ്ങളുടെ വീടിന്റെ ഭവനത്തിന്റെ പേരിലുള്ള കൃതജ്ഞതയും കൂടി ഈ സമയം പറയാൻ ആഗ്രഹിക്കുകയാണ്. ആശുപത്രിയിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു ചേർന്ന രാഷ്ട്രീയ നേതാക്കൾ, ഒപ്പം നാട്ടുകാർ, അവന്റെ ബാംഗ്ലൂരിൽ നിന്ന് വന്നവന്റെ ഓഫീസ് കൂട്ടുകാരൻ, അവന്റെ കൂടെ പഠിച്ച LKG കൊണ്ട് ഡിഗ്രി വരെ ക്ലാസ്സുകളിൽ പഠിച്ച അവന്റെ കൂട്ടുകാരൻ, ഈ നാട്ടിലുള്ള അവന്റെ ഒറ്റ സുഹൃത്തുക്കൾ, എല്ലാവരും വന്നു ചേർന്ന എല്ലാവരോടുള്ള നന്ദി ഭവനത്തിന്റെ പേരിൽ ഈ സമയം അറിയിക്കുക. ഒപ്പം ഈ ശുശ്രൂഷയിൽ വന്നു ചേർന്ന എല്ലാ വൈദിക സുരക്ഷയോടുള്ള നന്ദി ഈ സമയം അറിയിക്കുക. നമ്മുടെ ശുശ്രൂഷ പ്രശ്നത്തിൽ ആരംഭിക്കുന്നതാണ്. നമ്മുടെ സൈഡിൽ ആ റൂമിൽ നിൽക്കാൻ സ്ഥലമുണ്ട്. കുറച്ചുകൂടെ അവിടെ നിൽക്കാം. ബാക്കിയുള്ളവരെല്ലാം അവിടെ ഇരിക്കാം. ഏതെങ്കിലും വായിക്കുമ്പോൾ എഴുതേക്കാം. ഈ പ്രിയപ്പെട്ട ദാസന്റെ വേർപാട് നമുക്കൊരു ഞെട്ടലാണ്, വിടവാണ്. ഒരിക്കലും എഴുതാൻ പാടില്ലാത്ത കാര്യമാണ്.
സൈഡിലേക്ക് മാറി നിന്നിട്ട് മറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ശുശ്രൂഷയെ സംബന്ധിക്കണം. പ്ലീസ്, അല്ലെങ്കിൽ അവിടെ ഇരുന്നാട്ടെ. പുരുഷന്മാരുടെ ഭാഗത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് മാറുന്നാലും സൗകര്യമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തി നീ ഇല്ലാതെയാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറിടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാത്കളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്തും നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും കാലമൊക്കെ നിരന്തരം കരയേറ്റാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠ പ്രകാശത്തിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ ബോധത്തിന്റെ വെളിപാടിൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്തു തക്കമുള്ള നീതിയുടെ സൂര്യൻ തന്റെ പ്രകാശത്തിന്റെ കരുണ കവറുകളെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന സാക്ഷാത് പ്രകാശവും ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചുയർത്തെൽപ്പിക്കുകയും തന്റെ ഇഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിത്യകാലത്തേക്ക് ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ദൈവമായിരിക്കുന്ന വിഷയാതമ്പുരാന് തന്റെ ദേശ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനവും വന്ദനവും നീക്കം തനിക്ക് യോഗ്യമായിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന വിഷയാതമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാത് പുനരുദ്ധാരണവുമാകുന്നു. മഹത്വമുള്ളതിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്നതിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി. ദൈവികമായതിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽക്കരസായുടെ വശീകരണത്തിൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മാനിച്ച് പുതിയ ജീവനെയും ഭാവികരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന നിന്റെ മകന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ പിന്നെ ഹൃദയത്തോട് തുടങ്ങി ആത്മാവോട് കൂടി അർപ്പിക്കുന്ന ഈ ശുശ്രൂഷകൾ കൊള്ളണമേ. കർത്താവെ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നദ്ധയിലെ നിത്യ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചെഴുതിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാലനയുള്ള നടപടികളും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകങ്ങളിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും വേദനയും ഇല്ലാത്തടമായ സന്തോഷങ്ങളുടെ വാസ്തവത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ.
കർത്താവേ, മുഖപ്രസാദത്തോടുകൂടി നിന്നെ എതിരേൽപ്പാനും ആദ്യമില്ലാത്ത രാജ്യത്തിൽ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയുന്നു. ഹോശോ കബറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായി ഞങ്ങൾക്ക് പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദേവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാം. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. ഇഷ്ടം മന്നാരങ്ങൾ നീ നനഞ്ഞു നിന്നാജ്ഞ ലംഘിച്ചിയടിയാ ചെയ്തതിനാ എന്നെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയെ. ചെയ്തടിയാർ കുറവുള്ളവരായ അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോരേ കാത്തിടുന്നെങ്ങൾ കൃപ തോന്നിടണമേ. ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടൂ. ബഹുമതിദായനോ വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായിക്കും. കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ നിന്ന് വാങ്ങിപ്പോരിക്കുന്ന ഈ മകനെ യാത്രയ്ക്ക് സമയത്ത് നിന്നോട് അപേക്ഷിക്കുന്നു. ഈ മകനെ ദുഃഖിതരാൻ ഞങ്ങളെ പ്രത്യേകമായി ഈ പൈതലിന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ മകനും അവകാശിയാകുന്ന പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകകാലം മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളു എന്നുള്ള സന്തോഷത്തെ കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരായി തീരണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഞങ്ങൾ നിനക്കുള്ളവർ ആകുന്നല്ലോ.
ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കു രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ഞങ്ങളുടെ കുറ്റങ്ങളെ ദൈവത്തിനു മഹത്വവും തൻ സൂതനോ മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായതിനെ ക്രിസ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനൊരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവന പ്രായത്തിലായാലധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവർത്തിയായി. അവനവന്റെ വരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ തന്നെ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമാക്കി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതിയെ. വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ അധീനതയിൽ നിന്നും വെപ്പാൻ കഴിവില്ലാത്ത സമൂഹത്തിൽ നിന്നൊഴിയുന്നോരൊരുത്തനുമില്ല. എത്ര കൈപ്രദമെന്നും സന്താനങ്ങൾ അത് കുടിപ്പാനിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പോലെ ശ്രീക പറയുന്നതിനെ കേൾക്കും. എന്നാൽ എന്റെ സഹോദരൻ, എന്തിനുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുവരിക്ക് നിൽക്കുകയും ചെയ്ത് നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവേശ്വരത്തിലുള്ളവരെ എന്ന് തന്നെ യേശുവിനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിരവധിയുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിന് വലുതാൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരുന്നു. മശിഹായിൽ മുമ്പേ മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന ആകാശ കർത്താവിനെ എതിർപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്രിതരായിരിപ്പിൻ. മാർഗമാസോരെ മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ശിഷ്യായുടെ വിശുദ്ധ ഏവരിലെ ദൈവത്തിന്റെ ചിന്നുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കുമാറാകണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. യേശു വരുന്ന കേട്ടിട്ട് മാർത്തവരെ എതിരേറ്റു. മറിയോ വീട്ടിൽ നിന്നും മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു.
യേശുവിനോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട് ഞാൻ തന്റെ പുനരുത്ഥാനം ജീവനമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നോ എന്ന് പറഞ്ഞു. അവൾ അവനോട് കർത്താവേ, ലോകത്ത് പരിപാലിക്കുന്ന ദൈവത്തിനായ ക്രിസ്തു തന്നെ നീ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ആദി ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുരിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മശിഹാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവനുമാകുന്നതിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അലിച്ചതിനായ ഞങ്ങളുടെ മശിഹാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാതമ്പുരാനെ, നിന്റെ പരിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സർവവിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രക്തനായി പുറപ്പെടുവാനും സകല പരിശുദ്ധന്മാരുടെ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റുഹായെ സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന ഉയർപ്പിന്റെ പ്രകാശ കതിരുകളെ കൊണ്ട് എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയലായിസോൻ ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർണ്ണമാകുന്നു. വൈകി വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭൗതിക ശരീരം കാണാനുള്ള അവസരം ഉറ്റ കൂട്ടുകാർക്കൂടെ ഒരു പ്രാവശ്യം കൂടെ മുൻപോട്ട് വന്ന ഭൗതിക ശരീരം കാണാനുള്ള അവസരം. ബാക്കിയുള്ളവർ ദയവായി പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി കൊടുത്താണ്. ഇനി സെമിത്തേരിയിലാണല്ലോ സർവീസ്. കാഴ്ചക്കാരായി നിൽക്കാതെ വൈകി വന്നിട്ടുള്ളവർ ദയവായി ഈ മെയിൻ പ്രധാന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ഭൗതിക ശരീരം കൊണ്ട് പുറത്തേക്ക് മാറും. ബാക്കിയുള്ളവർ ദയവായിട്ട് പുറത്തേക്ക് ഇറങ്ങി കൊടുത്ത സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ദയവായിട്ട് ഇടത്തെ വാതിലൂടെ സൈഡിലേക്ക് ഇറങ്ങിക്കട്ടെ. ആരോടായി പറയുന്നേ? ഇറങ്ങി കൊടുത്താട്ടെ. വാതൊക്കെ നിൽക്കുന്നവർ മാറി കൊടുക്ക. ഇനി ആരും കാണാനില്ല. ഉണ്ടെങ്കിൽ ദയവായിട്ട് മുമ്പോട്ട് വന്നാട്ടെ. ഇല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്കും ആന്റിമാർക്കും അന്ത്യചുംബനം കൊടുത്ത് പുറത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ. കണ്ടവർക്ക് പുറത്തോട്ട് ഇറങ്ങാം. കണ്ടവരാണെങ്കിൽ കുറ്റകുറ്റമാണെങ്കിൽ മാറിക്കൂടെ.
മതി കാലിമോളെ മതി. കാലിമോളെ സ്വീകരിച്ചു. മൂന്ന് വഴിയാ അതൊക്കെ എടുക്കാം മതിയോ തിരിച്ചെടുക്കണം പോയി മനസ്സോടെ
മൃതശരീരത്തിനടുത്ത് നിൽക്കുന്ന ആളുകൾ മാറിക്കാട്ടെ. അവരുടെ അടുത്ത ബന്ധുക്കൾ മാത്രം, സഹോദരങ്ങളും ബന്ധുമിത്രാദികളും മാത്രം, ബാക്കിയുള്ളവര് ആ കല്ലറയോടെ നിൽക്കുന്നവരോട് മാറിക്കൊടുത്താട്ടെ. അവര് സ്വൈര്യമായിട്ട് അന്ത്യയാത്ര വഴി ചൊല്ലട്ടെ. നിനക്കും ദാതനോ വിശുദ്ധാർഹായിക്കോ എന്നേക്കും സ്തോത്രം. ആമേൻ ആമേൻ. എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്തിങ്ങനെ മർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമേറും മേനിയാകെ ചീഞ്ഞ ദ്രവിച്ചിടും മാനിച്ചവനെ മണ്ണിലേക്ക് അയക്കുന്നു. സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു. സ്നേഹിതർ ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. പോയിക്കും പുഴുവിനും ഇരയാവാനയക്കുന്നു. നാഥനിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദിച്ചാലേലൂയ പാടി സ്തുതിച്ചിടും. അപ്പൻ ദയവായിട്ട് ശാന്തമായിരുന്നാട്ടെ. നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരിച്ച് ഞങ്ങൾ ഉറക്കത്തേക്ക് തള്ളിച്ചു വെച്ചായി ഒടുക്കത്തെ ദിവസത്തിനായി ഉയർവത്യാശോടെ ഈ ശരീരങ്ങൾ ആമേൻ. എന്റെ സഹോദരന്മാരെ ദയവായിട്ടൊന്ന് ശാന്തരായിക്കാട്ടെ, ഒന്ന് ശാന്തരായിക്കാട്ടെ. ലില്ലി ജോസ് ബന്ധുമിത്രാദികൾ പ്ലീസ്, ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണല്ലോ, ഒന്ന് ശാന്തരായിക്കാട്ടെ. മതി, മണ്ണ് നുള്ളിയിടുന്ന സമയം കഴിഞ്ഞല്ലോ. എന്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. മ്ലേച്ഛമായ 8 കാലുകളും അവയ്ക്കുള്ളിൽ വലകെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അനുകരിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും ദുഃഖത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നത് എന്തിന്?
ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടി നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നു എന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം കേട്ടുപറയാം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യവും ജനിച്ചവനും സൃഷ്ടലാത്തവനും തത്വനിഭാവിനോടകത്തുള്ളവനും സലസൃഷ്ടമാന്തരമായവനും മനുഷ്യാജക്ക് രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധയാൽക്കന്നവരെയാ മനുഷ്യനായി പന്തിയോസില്ലാത്ത നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി അശുദ്ധനുഭവിച്ച് മരിച്ചിട്ട് തിരുപ്രകാരം 3-ാം ദിവസത്തിനേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ ഭാവന്റെ ഇടത്ത് ഭാഗത്തിനും തോന്നും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിരിപ്പാൻ തന്റെ മാവഭാവത്തോടെയും വരുവാനിരിക്കുന്നതുമായി യേശുവിശിഹായ കർത്താവിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാർ സ്ത്രീയന്മാരും മാതൃ സംസാരിച്ചവനുമായ ജീവൻ നിശ്ചയുള്ളവരായി കാതോലിക അപ്പോസ്തലിക ഏകസ്ത സഭയിലെ ഞങ്ങൾ പാമോചനത്തിനുള്ള മാമോദീസ മരിച്ചവരത്തെ നിൽപ്പിനും വരുവാരിക്ക ലോകത്തിലെ പുതുജീവി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ യാചന നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ.
ആകാശവും ഭൂമി സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങൾ എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു തീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കത്രുക്കേളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേറെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എന്തേരോ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എന്തേരോ. ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വലിയ ജനസഞ്ചയം ശാന്തരായി സഹകരിച്ചതിൽ ഞങ്ങൾ വികാരിമാരുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും ഈ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് അറിയിക്കട്ടെ. ദയവായിട്ട് നിങ്ങളെല്ലാവരുടെയും ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുന്നു. എല്ലാവർക്കും ഒരു കപ്പ് ചായ ക്രമീകരിച്ചിട്ടുണ്ട് പള്ളിയുടെ മുൻഭാഗത്തായിട്ട്. അതിലും എല്ലാവരും സംബന്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദയവായിട്ട് ബാക്കിയുള്ളവർ മാറിക്കൊടുത്താട്ടെ. ബാക്കിയുള്ളവരെല്ലാവരും മാറിക്കൊടുത്തു. രണ്ട് സൈഡിൽ നിൽക്കുന്നവർ. മൈക്കിന്റെ ആള് ദയവായിട്ട് മുമ്പോട്ട് വന്ന് കളക്ട് ചെയ്താട്ടെ.